വടക്കൻ ഐസ്ലാൻഡിലൂടെയുള്ള യാത്ര തുടരുകയാണ്. 32 പേരുള്ള സഞ്ചാരത്തിന്റെ ഗ്രൂപ്പ് ഒരു ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അക്കുറേറി എന്ന പ്രദേശത്താണ് ഇപ്പോൾ. യയാർ ഫ്യോർദോർ എന്ന ഉൾക്കടലിന്റെ കരയിലൂടെ ഒരു റിസോർട്ട് ലക്ഷ്യമാക്കിയാണ് യാത്ര. മലഞ്ചെരുവിലൂടെയാണ് പോകുന്നത്. നേരം 6 മണി ആകാറായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി താമസിക്കുന്ന റിസോർട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ കൂടി ഓടിയാൽ അവിടെ എത്തും. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. യയാ ഫ്യോർദോർ താഴെ കാണാം. നല്ല ആഴത്തിൽ നീളത്തിൽ ഒരു ക്രീക്ക് പോലെ കടൽ ഉള്ളിലേക്ക് കയറി കിടക്കുന്നതിനെയാണ് ഫ്യോർദ് എന്ന് പറയുന്നത്. ഇടുങ്ങിയ ജലാശയങ്ങളായിരിക്കും അത്. താഴ്വാരത്ത് ചെറുമരങ്ങളൊക്കെയുണ്ട്. അതിന് താഴെ ഫ്യോർദ്. ഫ്യോർദിന്റെ മറുകരയിൽ അക്കുറേറി പട്ടണം. ആ പട്ടണത്തിൽ കുറേ സമയം ചെലവഴിച്ച ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. വടക്കൻ ഐസ്ലാൻഡിലെ പ്രധാന പട്ടണം അക്കുറേറിയാണ്. ആ പട്ടണത്തിന് പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് മഞ്ഞു നിറഞ്ഞ മലനിരകൾ. ഈ അടുത്ത ദിവസങ്ങളിലാണ് അവിടെയൊക്കെ മഞ്ഞു വീണു തുടങ്ങിയത്. ക്ലിദാർ ഫ്യാൾ എന്ന പർവ്വതമാണത്. സെപ്റ്റംബറിന്റെ അവസാന നാളുകളിലാണ് ഞങ്ങളുടെ ഈ സഞ്ചാരം. സമ്മർ അവസാനിക്കുന്ന നാളുകളായതിനാൽ ഞങ്ങൾ ചെല്ലുന്ന ദിവസങ്ങളിൽ മഞ്ഞ് വീണു തുടങ്ങി. പർവ്വതത്തിന്റെ താഴെ അക്കുറേറി പട്ടണത്തിന്റെ കെട്ടിടനിരകൾ. ഐസ്ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പട്ടണമാണിത്. ആ കാഴ്ചകൾ കുറച്ചുനേരം കണ്ട ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ഫ്യോർദിന്റെ തീരത്തെ കുന്നിലൂടെയാണ് മനോഹരമായ പാത. ഒരു ചുരം പാത പോലെയാണ് ഇത്. കാലാവസ്ഥ മാറുകയാണ്. ഇടയ്ക്കിടെ മഞ്ഞും മഴയുമൊക്കെയുണ്ട്. നല്ല തണുപ്പായിരിക്കുന്നു. ബസ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഫ്യോർദിന്റെ തീരത്ത് തന്നെയാണ് റിസോർട്ട്. ഇതാണത്. ഫ്യോർദിന്റെ കരയിൽ അക്കുറേറി പട്ടണത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള മലയുടെ ചെരുവിൽ. പട്ടണത്തിൽ നിന്ന് ഏതാണ്ട് 20 മിനിറ്റിന്റെ യാത്രയുണ്ട് ഇവിടേക്ക്. നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. ഹോട്ടൽ നാറ്റൂർ എന്ന് പേര്. അതിന്റെ സമീപത്ത് ഒരിടത്ത് പീറ്റർ വണ്ടി കൊണ്ടുപോയി നിർത്തി. അതിരിക്കുന്ന സ്ഥലം ഏറെ മനോഹരം. രസകരമായ ഒരു ആംബിയൻസിൽ അതങ്ങനെ ഇരിക്കുന്നു. അപ്പുറം ഫ്യോർദ് കാണാം. ഒരു ഗംഭീര സ്ഥലം. ചെക്കിൻ നടപടികളെല്ലാം പൂർത്തിയാക്കി. എല്ലാവരും ലഗേജ് എടുത്ത് മുറികളിലേക്ക് പോയി. ഞാനും എന്റെ മുറിയിലേക്ക് നടന്നു. ഇന്ന് ഞങ്ങളെ കൂടാതെ അധികം ആളുകൾ ഇവിടെയില്ല. ഈ റിസോർട്ട് മൊത്തമായി തന്നെ ഞങ്ങളിങ്ങ് എടുത്തിരിക്കുകയാണെന്ന് പറയാം. നീളൻ കോറിഡോർ. അതിലൂടെ നടന്ന് ഞാൻ മുറിയിലേക്കെത്തി. ഇതാണ് എന്റെ മുറി. എല്ലാ മുറികളും ഇങ്ങനെ തന്നെയാണ്. സുന്ദരമായ വൃത്തിയുള്ള ഒരു മുറി. അത് ചൂടാക്കിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കയറിയപ്പോൾ തന്നെ നല്ലൊരു സുഖമുണ്ട്. പുറത്ത് നല്ല തണുപ്പാണല്ലോ. ചില്ലുജാലകത്തിനപ്പുറം മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ചിലപ്പോൾ കനത്തിൽ വീഴുന്നു. മറ്റു ചിലപ്പോൾ പഞ്ഞിത്തുണ്ടുകൾ പോലെ പറന്നു നടക്കുന്നു. ഞാൻ കുറേ നേരം ആ മഞ്ഞ് കണ്ടങ്ങനെയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മഞ്ഞു വീഴ്ച അവസാനിച്ചു. അതിനാൽ പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് തീരുമാനിച്ച് നടന്നു. ഹോട്ടലിന്റെ പല ഭാഗങ്ങളിൽ ചെറു ലോബികളുണ്ട്. വാതിൽ തുറന്നു കിടക്കുകയാണ്. അതിലൂടെ തണുത്ത കാറ്റ് കയറി വരുന്നുണ്ട്. താഴെ ഫ്യോർദ്. യയാ ഫ്യോർദോർ എന്ന ഉൾക്കടൽ. മുറികളിൽ നിന്നും ആ ഫ്യോർദിന്റെ കാഴ്ച ലഭിക്കും വിധമാണ് ഹോട്ടലിന്റെ നിർമ്മാണം. ഫ്യോർദിന്റെ തീരത്തെ വലിയൊരു പുൽമേട്ടിലാണത്. അതിമനോഹരമായ ഒരു സ്ഥലമാണ്. വൈകുന്നേരങ്ങൾ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം തന്നെ. ഇക്കാണുന്നത് റിസോർട്ടിലെ റെസ്റ്റോറന്റാണ്. 7 മണിയായതോടെ ഞങ്ങളെല്ലാവരും റെസ്റ്റോറന്റിൽ ഒത്തുചേർന്നു. അത്താഴം കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ഇന്ന് വേറൊരു ആഘോഷം കൂടിയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും അല്പം നേരത്തെ എത്തിയത്. താമസിയാതെ ആഘോഷം തുടങ്ങി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന മലയാളികൾ. അവരെല്ലാം ഒരു കുടുംബമായി ആഘോഷിക്കുന്നു. ഗ്രൂപ്പിലെ ഷീനയുടെ പിറന്നാളാണിന്ന്. ഷീനയ്ക്ക് ഭർത്താവ് കേക്ക് നൽകി. സഞ്ചാരത്തിന്റെ ടൂറുകളിലെല്ലാം ഇങ്ങനെ ബർത്ത്ഡേകളൊക്കെ വളരെ ഗംഭീരമായി ആഘോഷിക്കും. ഷീന ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു പിറന്നാൾ ആഘോഷമായാണ് ഇതിനെ വിശേഷിപ്പിച്ചത്.
ഭക്ഷണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരും വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും പറഞ്ഞ് കുറേ നേരമിരുന്നു. ഷീനയുടെ ബർത്ത്ഡേ കേക്ക് ഷെയർ ചെയ്തു. വൈൻ ആവശ്യമുള്ളവർക്ക് അത് വിളമ്പി. അങ്ങനെ നല്ലൊരു സായാഹ്നം. അതിനെ തുടർന്ന് ഡിന്നറും ആരംഭിച്ചു. വിഭവസമൃദ്ധമായ ഡിന്നർ. ഷീനയുടെ ഭർത്താവ് സജി സഞ്ചാരത്തിനൊപ്പമുള്ള ഈ യാത്ര അവിസ്മരണീയമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ ഇന്നത്തെ ആഘോഷത്തിന് സഞ്ചാരം ഗ്രൂപ്പിന് നന്ദി പറഞ്ഞു. സഹയാത്രികർക്കും നന്ദി. അങ്ങനെ ഞങ്ങൾ അന്നത്തെ രാത്രി അവസാനിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ നല്ല വെയിൽ തെളിഞ്ഞപ്പോഴാണ് ഞാൻ ഉണർന്ന് റെഡിയായി പുറത്തിറങ്ങുന്നത്. ഈ പ്രദേശത്തിന്റെ മനോഹാരിത പൂർണ്ണമായും മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. ഏതാണ്ട് 15 ഏക്കർ വരുന്ന പുൽമേടിന് നടുക്കാണ് ഈ റിസോർട്ട്. അപ്പുറം ഫ്യോർഡ്, അതിനപ്പുറം ഹെലിദാർ ഫ്യാൾ എന്ന പർവ്വതം. ഈ കെട്ടിടത്തിൽ റിസോർട്ടിലെ ജിമ്മാണ്. ഒരു ഓഡിറ്റോറിയവുമുണ്ട് ഇവിടെ. ഞാൻ ആ പുൽമേട്ടിലൂടെ നടന്നു. നമ്മൾ യൂറോപ്പിൽ, പ്രത്യേകിച്ച് സ്വിറ്റ്സർലാൻഡിലും ഐസ്ലാൻഡിലും മറ്റും പുൽമേടുകൾ മനോഹരമായി കിടക്കുന്നത് കാണുമ്പോൾ അത് സ്വാഭാവികമായി വളരുന്നതാണെന്നാണ് കരുതുന്നത്. പുല്ല് യന്ത്രം കൊണ്ട് കൃത്യമായി വെട്ടിയൊരുക്കിയിട്ടിരിക്കുകയാണ്. യന്ത്രമോടിയ പാടുകൾ പുൽമേട്ടിൽ കാണാം. ഇത്തരം രാജ്യങ്ങളിൽ വൃത്തിയും സൗന്ദര്യവും ഭംഗിയും കാണുന്നുണ്ടെങ്കിൽ അത് മനുഷ്യരുടെ അധ്വാനം കൊണ്ടുണ്ടാകുന്നതാണ്. നമ്മുടെ നാടും നമ്മൾ അധ്വാനിച്ചാൽ ഈ വിധം വൃത്തിയാക്കാം. ഇനി അധ്വാനിക്കുന്നില്ലെങ്കിൽ വൃത്തികേടാക്കാതിരുന്നാലും മതി. ഈ ഫ്യോർദിന്റെ ഒരറ്റത്താണ് അക്കുറേറി പട്ടണം. ഇവിടെ അടുത്തുള്ള ഏറ്റവും പ്രധാന പട്ടണവും അതുതന്നെ. അതിസുന്ദരമായ ഭൂപ്രകൃതി. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുമുണ്ട്. വാച്ച് ടവർ പോലെയുള്ള ഒരു നിർമ്മിതി. വളരെ രസകരമായ ഒരു പ്രോപ്പർട്ടിയാണിത്. ഗ്രൂപ്പിലെ അംഗങ്ങളെല്ലാം റെഡിയായി. ബാഗുകൾ പാക്ക് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടവർ. ഈ ടൂറിൽ ഓരോ രാത്രി മാത്രമേ ഇത്തരം റിസോർട്ടുകളിൽ താമസമുള്ളൂ. ഞങ്ങൾ ഐസ്ലാൻഡിൽ മൊത്തമായി ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ റിസോർട്ടിന്റെ ഉടമസ്ഥനെ പരിചയപ്പെട്ടു. കാൾ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. 2022 കാൾ ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത്. അതിനു മുൻപ് ഒരു കർഷകന്റേതായിരുന്നു ഇതെല്ലാം. അദ്ദേഹം ഒരു 20 വർഷം മുൻപ് തുടങ്ങിയതാണ് റിസോർട്ട്. കർഷകന്റെ മക്കൾ വളർന്നപ്പോൾ അവർക്കിതിൽ വലിയ താല്പര്യമില്ലാതായി. തനിയെ നോക്കി നടത്താൻ പറ്റാതായപ്പോൾ കർഷകൻ ഇത് കാളിന് വിൽക്കുകയായിരുന്നു. നല്ലൊരു പ്രോപ്പർട്ടിയാണെന്നൊക്കെ ഞാൻ അഭിനന്ദിച്ചു. കാളിന് നന്ദി പറഞ്ഞു. ഇനിയും ഗ്രൂപ്പുമായി വന്നാൽ ഇവിടെ തന്നെ താമസിക്കണമെന്നൊക്കെ കാളും അഭ്യർത്ഥിച്ചു. ഇവിടെ നിന്നും യാത്ര പുറപ്പെടേണ്ട സമയമായിരിക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ ബസ്സിൽ വന്ന് കയറി. സമീൽ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി. ഈ സമയം പീറ്റർ ഒരു ആമുഖ പ്രഭാഷണം നടത്തി. ഇന്ന് 1 മണിക്കൂർ വൈകിയാണ് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത്. പോകേണ്ട വഴിയിൽ മഞ്ഞുവീഴ്ചയായിരുന്നു എന്നതാണ് കാരണം. ഇന്ന് മലമ്പാതയിലൂടെയാണ് പോകേണ്ടത്. മഞ്ഞുവീഴ്ച കാരണം അതിരാവിലെ അതിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ലാത്തതുകൊണ്ടാണ് 1 മണിക്കൂർ താമസിച്ചത്. ഇവർക്കെല്ലാം സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. റോഡിൽ മഞ്ഞ് വീണ് കിടക്കുമ്പോൾ യാത്ര അപകടകരമാവും. അതിനാൽ മഞ്ഞൊന്ന് ഉരുകിയ ശേഷം പുറപ്പെടാമെന്ന് പീറ്റർ തീരുമാനിക്കുകയായിരുന്നു. ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഫ്യോർദിന്റെ കരയിലെ സുന്ദരമായ പ്രോപ്പർട്ടി. ഇങ്ങനെ കാണുമ്പോൾ അത് കൂടുതൽ മനോഹരമാണ്. പിന്നിൽ നീല നിറമുള്ള ഫ്യോർദ്, അതിനപ്പുറം മഞ്ഞിന്റെ തലപ്പാവണിഞ്ഞ മലനിരകൾ, ഉൾക്കടലും മഞ്ഞുമലയും എല്ലാം ചേർന്ന സുന്ദരമായ ഒരു കാഴ്ച. ഞങ്ങൾ ഇനി മറ്റൊരു പ്രകൃതിയാത്ഭുതം കാണാനാണ് പോകുന്നത്. ഗോഡാഫോസ് എന്ന ഒരു വെള്ളച്ചാട്ടം കാണാൻ. അങ്ങോട്ട് പോകുമ്പോൾ അങ്ങകലെ ആ പർവ്വതനിര കാണാം. ഹലിദാർ ഫ്യാൾ പർവ്വതനിര. അതൊരു നീളൻ പർവ്വതമാണ്. ആ പർവ്വതത്തിന്റെ ചുവട്ടിലാണ് അക്കുറേറി എന്ന പട്ടണം. ഇവിടെ ഫ്യോർദിന്റെ തീരത്ത് കുന്നുകളിൽ ധാരാളം ഫാമുകളുണ്ട്. വിശാലമായ പുൽമേടുകൾ. ഇത് ഞങ്ങൾ നേരത്തെ താമസിച്ച റിസോർട്ടിന്റെ പുൽമേടല്ല, പുൽകൃഷി നടക്കുന്ന മേടുകളാണ്. ധാരാളം കർഷക ഭവനങ്ങൾ ഈ യാത്രയിൽ കാണാം. അത്തരത്തിലുള്ള ഒരു കർഷക ഭവനമാണ് ഞങ്ങൾ ഇന്നലെ രാത്രി താമസിച്ച റിസോർട്ടാക്കി മാറ്റിയത്. പല ഫാം ഹൗസുകളും ഇപ്പോൾ ഹോട്ടലുകളായി മാറിയിട്ടുണ്ട്. അങ്ങകലെ കാണുന്നത് പർവ്വതനിരയാണ്. ഹ്ലിദാർ ഫ്യാൾ എന്ന പർവ്വതനിര. 1200 മീറ്റർ ഉയരമുള്ള പർവ്വതമാണത്. സ്കീയിങ് വിനോദക്കാരുടെ ഒരു ഇഷ്ട കേന്ദ്രമാണ് ആ പർവ്വതം.
ഐസ്ലാൻഡിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്കീ റിസോർട്ട് അവിടെയാണ്. 15 കിലോമീറ്റർ നീളമുള്ള സ്കീ റൺ ഏരിയകൾ അതിലുണ്ട്. വിന്ററിൽ അക്കുറേറി നഗരത്തിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് തന്നെ ആ പർവ്വതമാണ്. സ്കീയിങ്ങിനായുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. 1950കളിലാണ് ഹ്ലിദാർ ഫ്യാൾ ഒരു ഉല്ലാസ കേന്ദ്രമായി മാറുന്നത്. പർവ്വതച്ചെരുവിൽ ഒരു റിസോർട്ടിന്റെ പണി ആരംഭിച്ചതോടെയായിരുന്നു അത്. സ്കീ ഹോട്ടൽ എന്നു പേരുള്ള ആ റിസോർട്ട് നിലവിൽ വന്നതോടെ ധാരാളം സ്വദേശികളും വിദേശികളും വിന്ററിൽ സ്കീയിംഗ് വിനോദത്തിനായി എത്താൻ തുടങ്ങി. പർവ്വതത്തിന്റെ ചുവട്ടിൽ ഇന്നലെ ഞങ്ങൾ സന്ദർശിച്ച അക്കുറേറി പട്ടണം, അത് ഇവിടെ നിന്നും മനോഹരമായൊരു കാഴ്ചയാണ്. നോർത്ത് ഐസ്ലാൻഡിന്റെ തലസ്ഥാനം എന്നൊരു വിശേഷണമുണ്ട് അക്കുറേറിക്ക്. ഐസ്ലാൻഡിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തുറമുഖ നഗരമാണ് അത്. സമ്മർ അവധിക്കാലത്ത് USA, സ്കാൻഡിനേവിയ ആൻഡ് ബാൾട്ടിക്, ജപ്പാൻ ആൻഡ് കൊറിയ, ചൈന ആൻഡ് മംഗോളിയ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഫോൺ 7591966600. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇനി ഞങ്ങൾ ഇവിടെ നിന്നും ഒരു ടണൽ കടന്നാണ് പോകുന്നത്. നേരത്തെ ഈ ഭാഗത്ത് വളഞ്ഞു പുളഞ്ഞ മലമ്പാതയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ ഇവിടെ 7.5 കിലോമീറ്റർ നീളമുള്ള ഒരു ടണൽ നിർമ്മിച്ചിരിക്കുന്നു. മലമ്പാത ഒഴിവാക്കാനായി പണിത ഒരു ടണലാണ്. വദ്ല ഹേദാർ ഗോങ് എന്നാണ് ഈ ടണലിന്റെ പേര്. നീളമേറിയതും അപകട സാധ്യത കൂടിയതുമായ മൗണ്ടൻ പാസിനെ ഒഴിവാക്കുന്നതിനായി നിർമ്മിച്ചതാണ് തുരങ്കം. 2013-ലാണ് ഈ ടണലിന്റെ നിർമ്മാണം തുടങ്ങിയത്. ടണലിന് ഒരു കഥയുണ്ട്. നിർമ്മാണം പാതി വഴിയിലായ ഘട്ടത്തിൽ സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ ഒരു വാർണിംഗ് സിംബൽ വന്നു. അതോടെ തൊഴിലാളികളെല്ലാം ടണലിൽ നിന്ന് പുറത്തിറങ്ങി. പെട്ടെന്ന് തന്നെ ഒരു ഭാഗത്ത് ചൂടുവെള്ളത്തിന്റെ പ്രവാഹം തുടങ്ങി. തിളയ്ക്കുന്ന വെള്ളം. അതോടെ 5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്ന ടണലിലെ താപനില 26 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നു. 4 മാസം തുടർച്ചയായി തിളച്ച വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നീട് ചൂടുവെള്ള പ്രവാഹത്തെ വഴിതിരിച്ചു വിട്ട ശേഷമാണ് ടണൽ നിർമ്മാണം തുടർന്നത്. ടണൽ പിന്നിട്ട് മറുവശത്തെത്തിയപ്പോഴേക്കും പ്രകൃതിയാകെ മാറിയിരിക്കുന്നു. വഴിയുടെ ഇരുവശവും വെള്ള നിറമാണ്. ശൈത്യകാലത്ത് ഇവിടെയൊക്കെ വലിയ കനത്തിൽ മഞ്ഞു പുതഞ്ഞു കിടക്കും. വളരെ ശ്രദ്ധയോടെയാണ് പീറ്റർ വണ്ടി ഓടിക്കുന്നത്. കാരണം റോഡിൽ നിന്ന് ടയർ തെന്നിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഐസിന്റെ ഒരു പാളി റോഡിന് മുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പല നദികളെയും പിന്നിട്ടാണ് ഞങ്ങളുടെ യാത്ര. നീല ജലമൊഴുകുന്ന മനോഹരമായ നദികൾ. ടൂറിസ്റ്റുകളുമായി വേറെയും ബസ്സുകൾ പോകുന്നുണ്ട്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് ഐസ്ലാൻഡിൽ ടൂറിസത്തിന്റെ പീക്ക് സീസൺ. സാമാന്യം ചൂടുള്ള കാലാവസ്ഥയായിരിക്കും അപ്പോൾ ഇവിടെ. അപ്പോൾ എല്ലാ റോഡുകളിലൂടെയും വാഹനങ്ങൾ പോവുകയും ചെയ്യും. മഞ്ഞുകാലത്ത് എല്ലായിടത്തേക്കും ഗതാഗതം അത്ര സുഗമമല്ല. ഇപ്പോൾ തന്നെ റോഡിൽ ഇത്രയും മഞ്ഞുണ്ടെങ്കിൽ കനത്ത ശൈത്യകാലത്ത് അതിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് ചിന്തിക്കുക. എന്നാൽ മഞ്ഞുകാലത്തും ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരാറുണ്ട്. തണുപ്പ് ആസ്വദിക്കാൻ വരുന്നവരും അതിലുണ്ടാകും. നോർത്തേൺ ലൈറ്റ്സ് എന്ന ധ്രുവദീപ്തി കാണുക, ഐസ് കാർവിംഗ് ഉൾപ്പെടെ ഐസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുക എന്നിവയൊക്കെയാണ് ശൈത്യകാലത്ത് ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ ലക്ഷ്യം. ഇപ്പോൾ ബസ് ഒരു തടാകത്തിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു. ല്യോസ വാറ്റൻ എന്ന തടാകമാണ്. സാമാന്യം വലിയൊരു തടാകമാണിത്. 3.25 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി. 34 മീറ്റർ ആഴമുള്ള ഭാഗം വരെയുണ്ടിതിൽ. എതിരെ ചില കാരവനുകൾ കടന്നുപോകുന്നു. വിജനമായ പ്രദേശത്തുകൂടി നീണ്ടങ്ങനെ കിടക്കുകയാണ് പാത. ഇപ്പോൾ ഒരു നദിയുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നു. ഈ നദിയിലെ വെള്ളച്ചാട്ടമാണ് ഗോഡഫോസ്. ആ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തേക്കാണ് ഞങ്ങൾ പോകുന്നതും. വെള്ളച്ചാട്ടത്തിനടുത്തുള്ള പാർക്കിംഗിലേക്ക് പീറ്റർ വണ്ടി കൊണ്ടുചെന്നു. വെസ്റ്റ് ബാങ്ക് പാർക്കിംഗ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ പാർക്കിംഗ് സ്ഥലം. അടുത്ത കാഴ്ചയിലേക്ക് പോകുന്നതിനായി എല്ലാവരും ഇറങ്ങി. ചില കാരവനും മറ്റും ഇവിടെയും കാണാം. വിന്റർ തുടങ്ങിയെങ്കിലും ടൂറിസ്റ്റുകളുടെ വരവ് കുറഞ്ഞിട്ടില്ല.
ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തേക്ക് നടന്നു. പരന്ന ഭൂമി, അതിൽ കുറ്റിച്ചെടികളും പുല്ലും മാത്രം. താഴേക്കൂടി നദി ഒഴുകുന്നു. ഈ കരയിലുള്ളതിനേക്കാൾ മറുകരയിലാണ് ആളുകൾ കൂടുതലുള്ളതെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം കണ്ട ശേഷം ഞങ്ങൾ മറുകരയിലേക്കും പോകുന്നുണ്ട്. പാർക്കിങ്ങിൽ നിന്ന് കുറച്ചു ദൂരം നടക്കാനുണ്ട് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക്. ഇപ്പോൾ അത് മുന്നിൽ തെളിയുന്നു. 3 ഭാഗങ്ങളായി വെള്ളം ചാടുകയാണ്. 2 വശത്തും വലിയ വെള്ളച്ചാട്ടങ്ങൾ, നടുവിൽ ചെറിയൊരു വെള്ളച്ചാട്ടം. ഇതാണ് ഗോഡഫോസ്. വെള്ളച്ചാട്ടം കഴിഞ്ഞ് നദി താഴേക്ക് ഒഴുകിപ്പോകുന്നു. സ്കാൽ ഫാറ്റ്ന ഫ്ലോട്ട് എന്ന നദിയാണിത്. ഇത് കുറേ ദൂരം ഒഴുകി നോർത്ത് സീയിൽ ചെന്നു ചേരും. ലാവാപ്പാറകളുടെ ഇടുക്കിലൂടെയാണ് നദി ഒഴുകുന്നത്. അതിന്റെ വക്കത്തെ തിട്ടകളുടെ മുകളിൽ ആളുകൾ നിരന്നു നിൽക്കുന്നു. ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തേക്ക് നടന്നു. തണുത്ത കാറ്റടിക്കുന്നുണ്ട്. എങ്കിലും സുഖകരമാണ് ഈ നടത്തം. പല ലെവലുകളിലായി ആളുകൾക്ക് നടന്നു പോകാം. ഓരോ ലെവലിലേക്കും പടിക്കെട്ടുകളുണ്ട്. താഴേക്കിറങ്ങി നദിയുടെ സമീപം വരെ എത്തുകയും ചെയ്യാം. നദിയിൽ വലിയ കുത്തൊഴുക്കാണ്. പ്രത്യേകമായ ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ. ഒരു കാലത്ത് കനത്ത തോതിൽ ലാവ ഒഴുകിയിരുന്നതാണെന്ന് ഈ പാറകൾ കാണുമ്പോഴേ മനസ്സിലാവും. ആ ലാവാപ്രവാഹത്തിന് ശേഷമായിരിക്കും ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ രൂപം കൊണ്ടത്. ഗോഡഫോസ് എന്ന വാക്കിനർത്ഥം ദൈവത്തിന്റെ വെള്ളച്ചാട്ടം എന്നാണ്. അതിന് പിന്നിൽ ഒരു കഥ തന്നെയുണ്ട്. ആദ്യകാലത്ത് ഈ പ്രദേശങ്ങളിലൊക്കെ വസിച്ചിരുന്നവർ വിഗ്രഹാരാധകരായിരുന്നു. 10-ാം നൂറ്റാണ്ടിൽ ഡോർഗീർ എന്ന പ്രമുഖൻ ഈ പ്രദേശത്തിന്റെ ഔദ്യോഗിക മതം ക്രിസ്തു മതമാണെന്ന് പ്രഖ്യാപിച്ചു. ഡോർഗീർ തന്റെ കൈവശമുണ്ടായിരുന്ന ദൈവവിഗ്രഹങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് എറിഞ്ഞു എന്നാണ് കഥ. അതോടെ ഗോഡഫോസ് അഥവാ ദൈവത്തിന്റെ വെള്ളച്ചാട്ടം എന്ന് ഇതിന് പേരും ലഭിച്ചു. താഴെ കുത്തിയൊഴുകുന്ന വെള്ളത്തിന്റെ അടുത്തുവരെ സാഹസികരായ ചിലർ നടന്നു ചെല്ലുന്നുണ്ട്. ആ പാറക്കൂട്ടത്തിന്റെ ചെരുവിലൂടെ വളരെ കഷ്ടപ്പെട്ട് ആളുകൾ നടന്നിറങ്ങി വരുന്നത് കാണാം. 2-ാം ലോക മഹായുദ്ധവുമായി ചെറിയൊരു ബന്ധം ഗോഡഫോസിനുണ്ട്. MS ഗോഡഫോസ് എന്നൊരു കപ്പലുണ്ടായിരുന്നു ഐസ്ലാൻഡിന്. 2-ാം ലോകമഹായുദ്ധത്തിനിടെ ജർമ്മൻ യു-ബോട്ടുകൾ ആ കപ്പൽ മുക്കിക്കളയുകയാണുണ്ടായത്. തിട്ടയുടെ മുകളിലും ആളുകൾ നിൽക്കുന്നുണ്ട്. അത്രയും ഉയരമുണ്ട് ആ തിട്ടയ്ക്ക്. അതിൽ നിന്നും കുറച്ചുകൂടി താഴെയാണ് വെള്ളച്ചാട്ടം. ഒരു ഹോഴ്സ് ഷൂ വാട്ടർഫോളാണ് ഗോഡഫോസ്. കുതിരലാടത്തിന്റെ ആകൃതിയിൽ വളഞ്ഞുള്ള വെള്ളച്ചാട്ടം. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് ഇതിൽ ഏറ്റവും ശക്തിയിൽ വെള്ളം പ്രവഹിക്കുക. ഹിമാനികൾ ഉരുകുന്ന വേനൽക്കാലമാണത്. ആ സമയത്ത് വെള്ളച്ചാട്ടത്തിന്റെ പരിസര ഭാഗങ്ങൾക്കെല്ലാം നല്ല പച്ചപ്പുമായിരിക്കും. നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ വെള്ളച്ചാട്ടത്തിന് ശക്തി കുറവായിരിക്കും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വെള്ളം കട്ടപിടിച്ച് ഐസായി മാറുന്നതും പതിവാണ്. കുറേ നേരം അത് കണ്ടുനിന്ന ശേഷം ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. 1 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇപ്പോഴത്തെ താപനില. ഞങ്ങൾ തീരത്തു നിന്നും തിരികെ നടക്കുകയാണ്. നടക്കുമ്പോഴും നല്ല കാഴ്ചയുണ്ട്. മനോഹരമായ പ്രകൃതി. മറ്റൊരു കാര്യം ശുദ്ധമായ വായുവാണ് ഇവിടെ എന്നതാണ്. ഒട്ടും മലിനീകരണമില്ലാത്ത പ്രദേശം. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നല്ല സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. വലിയ കെട്ടുകാഴ്ചകളൊന്നുമില്ല. പക്ഷേ ഇവിടെ എല്ലായിടവും വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്തരം സ്ഥലത്ത് കുറേ ഉന്തുവണ്ടികളും പടുതയിട്ട കടകളും പെട്ടിക്കടകളും എല്ലാം ഉണ്ടാകും. അല്പം അകലെ നിന്ന് നോക്കുമ്പോഴാണ് 2 വലിയ വെള്ളച്ചാട്ടവും മധ്യത്തിലെ നേർത്ത വെള്ളച്ചാട്ടവും കൃത്യതയോടെ കാണാനാവുന്നത്. ടൂറിസ്റ്റുകൾക്ക് വേണ്ട ഫെസിലിറ്റികളൊക്കെ വളരെ അകലെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തിരികെ നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് വൃത്തിയെക്കുറിച്ച് തന്നെയാണ്. ധാരാളം ആളുകൾ വരുന്നുണ്ടെങ്കിലും ഇവിടമെല്ലാം എത്ര വൃത്തിയോടെയാണ് കിടക്കുന്നത്. ലോകത്ത് വൃത്തിയും ദുർഗന്ധമില്ലായ്മയും ഒരു പ്രധാന മാനദണ്ഡമാണെന്ന് ഇപ്പോഴും നമ്മുടെ ആളുകളിൽ പലർക്കും മനസ്സിലായിട്ടില്ല. ശരിക്കും സർക്കാർ സ്ഥാപനങ്ങളും മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, പഞ്ചായത്തുകൾ, KSRTC എന്നിവയൊക്കെ മനസ്സുവച്ചാൽ കേരളം വളരെ വൃത്തിയാകും. കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും മുൻകൈയെടുത്താൽ പ്രധാന പട്ടണങ്ങളെങ്കിലും വൃത്തിയാക്കാം. KSRTC മനസ്സുവച്ചാൽ ബസ് സ്റ്റാൻഡുകൾ വൃത്തിയാക്കാം. റെയിൽവേ മുൻകൈയെടുത്ത് റെയിൽവേ സ്റ്റേഷന്റെയും പാളങ്ങളുടെയും പരിസരങ്ങൾ വൃത്തിയാക്കാം.
ഓരോ പ്രൈവറ്റ് സ്ഥാപനങ്ങളും അവരവരുടെ പരിസരങ്ങൾ വൃത്തിയോടെയും ഭംഗിയോടെയും നിലനിർത്തണമെന്ന് ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നാൽ മതി. വൃത്തിയാക്കുന്നവർക്ക് ടാക്സ് കുറച്ചു കൊടുക്കുകയോ വൃത്തികേടാക്കുന്നവർക്ക് പിഴ ഈടാക്കുകയോ ചെയ്യാം. അത്തരത്തിൽ എന്തെല്ലാം സാധ്യതകളുണ്ട്. അതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. വൃത്തികേടിനെ പഴിച്ചുകൊണ്ട് മാത്രം നമ്മൾ കഴിഞ്ഞുകൂടുന്നു. വൃത്തിയും സൗന്ദര്യവുമാണ് ലോകത്തെവിടെയും ഒരു നാടിന് ആദരവ് നേടിക്കൊടുക്കുന്നതെന്ന് ഈ ലോകയാത്രയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ ഇങ്ങനെ കുറേ ദൂരം നടക്കാം. കുന്നുകളിലൂടെയും മലകളിലൂടെയുമൊക്കെ വാക്കിംഗ് ട്രെയിൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പോയ വഴിയെയല്ല, മറ്റൊരു വഴിയിലൂടെയാണ് ഞങ്ങൾ നടന്ന് പാർക്കിങ്ങിലേക്ക് എത്തിയത്. പോകാം എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് പീറ്റർ വരുന്നു. ഇത്ര ദിവസങ്ങൾ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത് പീറ്റർ മലയാളം പഠിച്ചിരിക്കുന്നു. അവിടെ നിന്നും ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി വെള്ളച്ചാട്ടത്തിന്റെ കിഴക്കേക്കരയിലേക്ക് പോകണം. അവിടെ കുറച്ചു കാഴ്ചകളുണ്ട്. അവിടം ലക്ഷ്യമാക്കി സഞ്ചാരം തുടർന്നു.